ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ, മാരക തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ്. ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വേണ്ട വിധം മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം അവസാനിച്ച ക്യാബിനറ്റ് മന്ത്രിസഭയിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒരു രൂപമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സാധിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ പോസ്റ്റ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രിസഭ അടിയന്തരമായി കൂടുകയും ഇപ്പോഴത്തെ നിലവിലുള്ള ഇറാൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും വിലയിരുത്തുകയും ചെയ്തു. ഇതിനോടനുബന്ധിച്ച് തന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയും ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള ദൂരപരിധി ഇല്ലാത്ത മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ട് മറ്റ് രാജ്യത്തെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ നീക്കുപോക്കുകളും തടയുമെന്നും അതിനു വേണ്ടി വന്നാൽ തങ്ങൾ യുദ്ധ തയ്യാറെടുപ്പ് നടത്തും എന്നുള്ള വിവരമാണ് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു വന്നതോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്ക്യാൻ ഈ കാര്യത്തിൽ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞു. തങ്ങൾ രാജ്യത്തിൻ്റെ നിലപാട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടാണ് അവസാനിക്കുന്നത്. സ്വാഭാവികമായ രീതിയിൽ ജനാധിപത്യ രാജ്യമാവുമ്പോൾ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതൊരു രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാവുന്നതാണ്. അതിൽ മറ്റു രാജ്യത്തിലെ ഇടപെടലുകൾ മാരകമായിരിക്കുന്ന മുറിവേൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഈ ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അമേരിക്കയും ഇസ്രായേലും പ്രയോഗിക്കുന്ന പല രീതി, പ്രത്യേകിച്ച് എല്ലാ കാലത്തും അമേരിക്ക പ്രയോഗിക്കാറുള്ളത് ശക്തമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ വളരെ പെട്ടെന്ന് ആക്രമിക്കുന്ന രീതി അവർ ചെയ്യാറില്ല. പകരം അവർ ക്ഷയിപ്പിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അഥവാ ഉപരോധം നടത്തിക്കൊണ്ടാണ് പരമാവധി ക്ഷീണം സംഭവിച്ചതിന് ശേഷമുള്ള ആക്രമണമാണ് അവർ നടത്താറുള്ളത്. ഇറാഖിലൊക്കെ ചെയ്ത് അങ്ങനെയാണ്. ഇറാഖിൽ ഏകദേശം 10 വർഷത്തോളം അവർ ഈ ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉപരോധം മാത്രമല്ല, അവിടുത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യത്ത് വിൽപ്പന നടത്തുന്നത് തടയുന്നതടക്കമുള്ള ഉപരോധ സംവിധാനം യു എന്നിൽ പാസ്സാക്കിക്കൊണ്ട് എടുത്ത് അങ്ങനെയാണ് ആ ഉപരോധ സംവിധാനങ്ങൾ നടത്തിയത്. മാത്രമല്ല ഇറാഖിൻ്റെ 65% ആകാശ മേഖലയും നിയന്ത്രിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടായി. അഥവാ ആ മേഖലയിലൂടെ ഇറാഖിൻ്റെ വിമാനങ്ങൾ പറത്താൻ പാടില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെത്തി. അഥവാ ഇറാഖിൻ്റെ 35% ഭാഗത്ത് മാത്രമാണ് ഇറാഖിൻ്റെ വിമാനങ്ങൾ പറത്താനുള്ള അനുമതി അമേരിക്ക നൽകിയത്. അങ്ങനെ അനുമതി നിഷേധിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമേരിക്ക അത് വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യും. അതിനുള്ള എല്ലാ സംവിധാനവും ഗൾഫ് രാജ്യങ്ങളിൽ ഒരുക്കിക്കൊണ്ടാണ് ഈ മുന്നറിയിപ്പുകൾ നൽകി. അങ്ങനെ പരമാവധി ക്ഷീണിപ്പിച്ച് സാമ്പത്തികം തകർന്നു, യാത്രാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളുണ്ടായി, സുരക്ഷാ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടായി, ജനങ്ങൾ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്താണ് ഇറാഖിനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചത്. അവരുടെ രീതി അങ്ങനെയാണ്. അത് ലിബിയയിലുള്ള അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവിടെ ആഭ്യന്തര കുഴപ്പങ്ങളും വിഷയങ്ങളും മാസങ്ങളോളം ഉണ്ടാക്കി ആ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി വിഷയങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് അമേരിക്ക അതിലിടപെട്ടു. പിന്നീട് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇറാഖിൽ ഉള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ആ സമയത്ത് കുറുക്കനെ പോലെ പാതി ഇരുന്നു കൊണ്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അഥവാ ഇറാനും ഇറാഖും തമ്മിൽ 980 കാലത്ത് യുദ്ധം നടന്നു. 88 അത് അവസാനിച്ചത്. 8 വർഷം യുദ്ധം ചെയ്തു. ഈ യുദ്ധം കഠിനമായിരിക്കുന്ന യുദ്ധമാണ്. അന്ന് ഭൂമിയിലുണ്ടായിരിക്കുന്ന എല്ലാ ശക്തമായിരിക്കുന്ന ആയുധങ്ങളും പരീക്ഷിക്കപ്പെട്ട യുദ്ധമായിരുന്നു. അന്ന് ഇറാഖ് അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു. അതുകൊണ്ട് പരമാവധി അമേരിക്കയുടെ ആയുധങ്ങൾ ഇറാഖിന് കൈമാറി. ഇറാൻ അന്നും റഷ്യയുടെ കക്ഷിയായിരുന്നു. അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ആയുധങ്ങൾ ഇറാനും കൈമാറി. നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ പരീക്ഷിക്കപ്പെട്ട ഒരു യുദ്ധം കൂടിയായിരുന്നു അന്നത്തെ കാലം നോക്കുന്ന സമയത്ത് 980 കാലം. ഇങ്ങനെ കഠിനമായിരിക്കുന്ന ഒരു യുദ്ധത്തിനിടയിലാണ് ഇസ്രായേൽ ഇറാഖിൽ കയറിക്കൊണ്ട് അവരുടെ ആണവായുധ റിയാക്ടർ ബോംബിട്ട് തകർത്തത്. അത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമായിരുന്നു. കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറാഖിൻ്റെ സൈന്യത്തിന് സാധിക്കാതെ പോയത്. അവരെല്ലാവരും യുദ്ധത്തിൻ്റെ സജീവതയിലായിരുന്നു. ഇത് ഇറാനെതിരെയുള്ള യുദ്ധത്തിൻ്റെ സജീവതയിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് മറ്റൊരു രാജ്യം വൈമാനിക ആക്രമണം നടത്തിക്കൊണ്ട് ഈ ആണവ റിയാക്ടർ തകർക്കുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ അവസരം വളരെ ഉചിതമായ രീതിയിൽ മുതലെടുത്തുകൊണ്ടാണ് ഈ ആക്രമണ രീതികൾ
ഈ ഇസ്രായേൽ നടത്തിയത് ചുരുക്കം. സമാനമായ രീതിയിൽ ഇറാനിൽ ഇപ്പോൾ ആഭ്യന്തര വിഷയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ്റെ ഗവൺമെൻറ്റും സൈനിക സംവിധാനവും പ്രക്ഷോഭകാരികളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ അതാണ് അവിടെ ഉണ്ടാവുന്നത്. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആഭ്യന്തര വിഷയങ്ങൾ അടിച്ചൊതുക്കുക എന്നുള്ളത് അവരുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടുത്തെ സൈന്യവും പോലീസും നിയമ സംവിധാനങ്ങളുമെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ സജീവതയുണ്ട് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാൻ്റെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. അമേരിക്കയുടെ സഹകരണത്തോടു കൂടി അവരുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനം നടത്തും എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചിട്ടും ആണവായുധ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖല തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് ലോകത്തിന് മുൻപിൽ വലിയ നാണക്കേട് അമേരിക്കയ്ക്കും ഇസ്രായേലും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അത്രയും ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്തിയിട്ട് പോലും യഥാർത്ഥത്തിൽ എന്ത് സാധിച്ചിട്ടില്ല, അവിടെ ഒരു പ്രതിരോധമുണ്ടാക്കാൻ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കയും സാധിച്ചില്ല. അതിനിടയിലാണ് ഈ ആഭ്യന്തര കുഴപ്പങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്നത്. ഇത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ ഇറാൻ അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാര്യം രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമൊന്നുമല്ല. ഇഷ്ടംപോലെ ഡസൻ കണക്കിന് സംഭവങ്ങൾ ഇതിന് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാനും പ്രശ്നങ്ങൾ അടിച്ചൊതുക്കാനും വേണ്ടി ഇറാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ മുഖ്യ ശത്രുവായിരിക്കുന്ന ഇസ്രായേലും അമേരിക്കയും ഏതൊക്കെ തരത്തിലാണ് തങ്ങൾക്ക് നേരെ ഭാവിയിൽ വരാൻ പോകുന്നത്, ഭാവിയിൽ ഒരു ആക്രമണം നടത്താൻ പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ അതിൻ്റേതായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ പേഴ്സണൽ ട്രൂപ്പ് ഇസ്രായേലിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മൊസാദ് സംഘത്തിലെ വലിയൊരു വിഭാഗം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അതവർ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇത്രയും വലിയൊരു സംഘം ഈ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്ന് പറയുമ്പോൾ പരമാവധി ഇസ്രായേലിൻ്റെ ആഭ്യന്തര രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചിട്ടുണ്ട്. ചോർത്തി എന്ന് മാത്രമല്ല, അത് പബ്ലിക്കിൽ അത് പ്രസിദ്ധീകരിക്കുകയും സോഷ്യൽ മീഡിയ വഴി അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൽ അവർ ആണവായുധ രഹസ്യങ്ങളും സൈനിക രഹസ്യങ്ങളും സൈനിക താവളങ്ങളും അതുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. 6 രാജ്യങ്ങളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്ത് വിജയിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇറാൻ്റെ 10 മിസൈലിന് മുമ്പിൽ തളർന്നു പോയി എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ തന്നെ സർക്കാർ ഇളിഭ്യരായിരിക്കുന്നതിന് തുല്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിരിക്കുന്ന ഇറാൻ എന്ന് ഇസ്രായേൽ എന്ന് പല ഘട്ടങ്ങളിൽ അവർ തന്നെ വിളിച്ച് കൂവുന്ന ഇതേ രാജ്യം ഒരു സൈനിക ബലത്തിന് മുൻപിൽ തളർന്നു പോയി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സുരക്ഷിതത്വം പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് കാര്യം അവർ പറയുന്നത്, ഈ ഇസ്രായേൽ രാജ്യം 1948 സ്വാതന്ത്ര്യമായതിനു ശേഷം പല യുദ്ധങ്ങളും ഇസ്രായേൽ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 75-85% ഇസ്രായേൽ ജനങ്ങളും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയുന്നു പോലുമില്ല. അത്രക്ക് വളരെ രഹസ്യമായ രീതിയിലും ശക്തമായ രീതിയിലും ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിന് ആ യുദ്ധത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഈജിപ്തിൽ നിന്ന് യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് പല ഘട്ടങ്ങളിലും പല രീതിയിലും യുദ്ധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ സൈന്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തും എന്നല്ലാതെ അതിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഗസ വിഷയം വന്നതോടുകൂടി അതിന് വലിയ രീതിയിലുള്ള പിന്തുണ ഇറാൻ നൽകുകയും ചെയ്തതോട് കൂടിയിട്ട് രീതിക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി. അവിടുത്തെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം 15% എന്ന് പറയുന്നുണ്ട് മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളെ പോലെ അല്ലെങ്കിൽ അഭയം തേടിപ്പോയവരെ പോലെ മാറിയിരിക്കുന്നു എന്നുള്ള ഇരട്ട പൗരത്വമുള്ള നല്ലൊരു ശതമാനം ജൂത പൗരന്മാർ അവർ ഇസ്രായേൽ പൗരത്വം അവസാനിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ പൗരത്വം സ്വീകരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ ഗവൺമെൻറ്റിനുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ ഇനി ഭാവിയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഗസ വിഷയം എത്രത്തോളം രൂക്ഷമാകുന്നു അത്രത്തോളം അതിൻ്റെ ദുരന്ത ഫലം ഭാവിയിൽ ഇസ്രായേലി ജനങ്ങളും തലമുറയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അവർക്കറിയാവുന്നതാണ്. അവരുടെ വേദഗ്രന്ഥത്തിലും ഈ കാര്യത്തെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി യുവതലമുറയെയും കുട്ടികളെയും കൊലപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേൽ എല്ലാ യുദ്ധത്തിലും ചെയ്തതാണ്. ഗസയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മരിച്ചത് ഒന്നുകിൽ സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ കുട്ടികളായിരിക്കും. അതായത് വംശാവലിയെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നത് എന്ന് ചുരുക്കം. എന്നാൽ ഇതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി ഗസക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിനെ പ്രയാസപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഇറാനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരിക്കൽ പോലും ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇത്തരം വിഷയങ്ങളും കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുപാട് കണ്ടവരാണ് ഇറാൻ. അതുകൊണ്ട് ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിച്ചാൽ, അല്ലെങ്കിൽ ഇസ്രായേൽ തങ്ങളുടെ നേരെ ആക്രമണം നടത്തിയാൽ മുൻപ് നടത്തിയ ആക്രമണത്തിന് തുല്യമായിരിക്കുന്ന രീതിയിലല്ല, മാരക മുറിവേൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ മാത്രം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ബലവും ശക്തിയുമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു സൂചന കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആഭ്യന്തര കുഴപ്പങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്ന സമയത്തും ശത്രുവായിരിക്കുന്ന ഇസ്രായേലിന് നേരെ ഇത്തരം ഈ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കാൻ വേണ്ടി ഇറാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏത് തരത്തിൽ ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കൂട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. ഇനി അറ്റ കൈക്ക് ഇറാൻ്റെ ഭരണം വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്താതെ ഒരിക്കൽ പോലും അത് അവസാനിക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്.